ഓണവിഭവങ്ങളിൽ കായ വറുത്തതിനും ശർക്കര വരട്ടയ്ക്കും മലയാളികളുടെ രുചിയോർമ്മയിൽ സവിശേഷ സ്ഥാനമാണുള്ളത്. ഇത്തവണ വില കൂടുതലാണെങ്കിലും ആവശ്യക്കാർ കുറയുന്നില്ല. ഓണസദ്യയിൽ മാത്രമല്ല, ഓണക്കാലത്തെ വിരുന്നുയാത്രകളിലും ഒഴിച്ചുകൂടാനാകാത്തതാണ് കായോപ്പേരി ഇനങ്ങൾ. നേന്ത്രക്കായ അരിഞ്ഞ് വിവിധ ചേരുവകൾ ചേർത്ത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന കായുപ്പേരിക്കും ശർക്കര വരട്ടിക്കും ഓണസദ്യാ വിഭവങ്ങളിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. ചോറിനും കറികൾക്കും പായസത്തിനുമൊപ്പം കഴിക്കുന്ന ഈ വിഭവം സദ്യയ്ക്ക് വേറിട്ട രുചി നൽകുന്നു. കേരളത്തിന്റെ കാർഷിക സംസ്കൃതിയോടും വാഴകൃഷിയോടും ബന്ധമുണ്ട് കായുപ്പേരി വറുക്കലിന്. വീട്ടുമുറ്റത്തെ വാഴയിൽ നിന്നുള്ള കായ ഉപയോഗിച്ച് വീട്ടമ്മമാർ തന്നെ ഉപ്പേരി വറുത്തിരുന്ന കാലം ഇന്നും മുതിർന്നവർക്ക് ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മയാണ്. ബന്ധുവീടുകളിലേക്കുള്ള ഓണം കൊണ്ടുപോകലിന് കായോപ്പേരി ഇനങ്ങൾ അനിവാര്യമായതോടെ ഓണക്കാലത്ത് ഇതിനായി പ്രത്യേക വിപണി ഒരുങ്ങുന്നതും പതിവായി. എല്ലാ വർഷത്തേക്കാളും ഈ പ്രാവശ്യം ഓണവിപണി നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കയറ്റി അയക്കുന്നതും അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് കൊടുത്തയക്കണൊക്കെയുള്ള ഓർഡറുകളൊക്കെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിചാരിച്ചേക്കാൾ കൂടുതലാണ് ഈ പ്രാവശ്യത്തെ ഓണവിപണിയിൽ റേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും 5 രൂപ 4 രൂപ 10 രൂപയൊക്കെ വെച്ചിട്ടാണ് ഡിഫറൻസ് കായ്ക്ക് വരുന്നത്. ഏകദേശം നമ്മൾ 600 മുകളിലും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ ചിപ്സ് കിലോ 600 രൂപയും അതുപോലെ നമ്മൾ ആട്ടി വെളിച്ചെണ്ണയിൽ നാടൻ കായയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത്തവണ നേന്ത്രക്കായയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കൂടുതലായതിനാൽ കായ വറുത്തതിനും ശർക്കര വരട്ടിക്കും വില 600 രൂപയിലെത്തി. ഓണം ആഘോഷങ്ങളുടെ പുതിയ തലങ്ങളിലേക്ക് മാറുമ്പോഴും കാർഷിക സംസ്കൃതിയും നാട്ടുരുചിയും ഒത്തുചേരുന്ന കായവറവിനങ്ങൾക്ക് ഓണക്കാലത്ത് വീട്ടകങ്ങളിലും വിപണിയിലും പ്രിയമൊന്ന് വേറെ തന്നെയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV.